ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചെന്ന കേസിൽ പത്തനംതിട്ടയിൽ ക്രൈംബ്രാഞ്ചിന്റെ വ്യാപക പരിശോധന. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വീടുകളിലാണ് പരിശോധന. രാഹുൽ അനുയായികളുടെ ഫോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. നന്ദുഷ വിശദാംശങ്ങൾ നൽകും. നന്ദുഷ, യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ക്രമക്കേട് പരാതിയിൽ അന്വേഷണം ശക്തമാക്കുന്നു ക്രൈംബ്രാഞ്ച്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി സുഹൃത്ത് ബന്ധമോ അല്ലെങ്കിൽ പാർട്ടിയിൽ വലിയ ബന്ധങ്ങളോ ഉള്ള എത്ര പേരുടെ വീട്ടിൽ പരിശോധന നടന്നു? ആരുടെയൊക്കെ മൊബൈൽ ഫോണുകളാണ് പിടിച്ചെടുത്തത്? ക്രൈംബ്രാഞ്ചിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ്? സൈഫുദ്ദീൻ സംഘടനാ ഭാരവാഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ തിരുവനന്തപുരത്തിനെത്തിയ അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നത്. അടൂരിലും ഏഴംകുളത്തുമുള്ള രാഹുലുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നത്. വീടുകളിലേക്ക് കയറി ഇവരുടെ പ്രത്യേക രേഖകളും അതോടൊപ്പം സംഘടനാപരമായ രജിസ്റ്ററുകളും ഇവരുടെ ഫോണുകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. രാഹുലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യലോ മൊഴിയെടുപ്പോ ഒന്നും ഇന്നുണ്ടാകില്ല എന്നും അന്വേഷണ സംഘത്തിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. ഏതായാലും 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 2 സംഘങ്ങളായി തിരിഞ്ഞാണ് ഏഴംകുളത്തും അടൂരിലും പരിശോധന നടക്കുന്നത്. ലോക്കൽ പോലീസിന്റെ പ്രത്യേക സംഘവും ഈ ക്രൈംബ്രാഞ്ച് സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. ഏതായാലും 2 വീടുകളിലും പരിശോധന ഏതാണ്ട് അന്തിമ ഘട്ടത്തിലാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വ ശേഖരണം നടത്തിയിരുന്നു. ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചിരുന്ന പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നത്. ഇവർ രാഹുലിനോട് നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്രൈംബ്രാഞ്ച്. എങ്ങനെയെങ്കിൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ രാഹുലിനെതിരെയുള്ള എന്തെങ്കിലും കാര്യമായ തെളിവുകൾ കിട്ടിയെന്ന് നമുക്ക് കരുതാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലുള്ള സൂചനകളുണ്ടോ? സൈഫുദ്ദീൻ, അത്തരത്തിലുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്ര വിപുലമായ ഒരു പരിശോധന പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നടക്കുന്നത്. എങ്കിൽ പോലും ഇതുവരെയും രാഹുലിനെതിരെ ഗുരുതരമായ ഒരു തെളിവ് കണ്ടെത്താനായില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിനാലാണ് ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കുന്ന നിലയിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം മാറിക്കൊണ്ടിരിക്കുന്നത്. രാഹുലുമായി ബന്ധപ്പെട്ട് അടൂരിലും ഏഴംകുളത്തും അതോടൊപ്പം ഏനാദിമംഗലത്തുമുള്ള വിവിധ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലേക്ക് പരിശോധനകൾ വ്യാപിപ്പിക്കാനും തീരുമാനമുണ്ട്. ഡിജിറ്റൽ രേഖകളാണ് പ്രധാനമായും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടോ മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടോ ഉള്ള രേഖകളും രജിസ്റ്ററുകളും രാവിലെ തന്നെ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചിരുന്നു. ഈ രജിസ്റ്ററുകളിൽ നിന്നും രാഹുലിനെതിരായിട്ടുള്ള കൃത്യമായ വിവരങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തകരുടെ വീടുകളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാനുള്ള നീക്കവുമായിട്ടാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിന്റെ വീടിന് മുന്നിലും ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയത്തിൽ എപ്പോഴൊക്കെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വന്നപ്പോഴും CPM-കാരുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരുന്ന വാദം എന്തെങ്കിലും ഒരു തെളിവ് കണ്ടെടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് വിഷയത്തിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നതായിരുന്നു. ഇപ്പോൾ ആ ഒരു അന്വേഷണം കൂടുതൽ ക്രൈംബ്രാഞ്ച് ശക്തമാക്കുകയാണ്. എന്ന് വെച്ചാൽ നേരത്തെ എടുത്ത കേസാണ്. ആ കേസ് ഇപ്പോൾ കുറെ കൂടി വിപുലവും ശക്തവുമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നതിന്റെ ഒരു പരിസരവും സാഹചര്യവും പ്രത്യേകമായി പറയേണ്ടതുണ്ടോ നന്ദുഷ? അതേ സൈഫുദ്ദീൻ, ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിവാദം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യത പല കോണുകളിൽ നിന്നും ഉയർത്തിക്കാട്ടിയിരുന്നു. ഇതിനോടകം തന്നെ രജിസ്റ്ററുകളായും അതല്ലെങ്കിൽ മറ്റു പേപ്പറുകളായും ഒക്കെയുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അതിനാലാണ് കൂടുതലും ഡിജിറ്റൽ തെളിവുകളെയും ഫോൺ കോളുകളെയും ചാറ്റ് ഹിസ്റ്ററിയും ഒക്കെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫോണുകൾ പിടിച്ചെടുക്കുന്ന ഒരു നടപടിയിലേക്കൊക്കെ അന്വേഷണ സംഘം പോയിരിക്കുന്നത്. അടൂരിലും ഏഴംകുളത്തുമുള്ള രാഹുലുമായി ബന്ധപ്പെട്ട രാഹുലിന്റെ അനുയായികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലേക്ക് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴേക്കും അവരുടെ ഫോണുകളാണ് ആദ്യം ഹാജരാക്കാൻ പറഞ്ഞത്. ആ ഫോണുകളാണ് നിലവിൽ
പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഫോണുകൾക്കൊപ്പം ആ വീടുകളിലുണ്ടായിരുന്ന മറ്റു രേഖകൾ കൂടി പരിശോധിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ നടക്കുന്ന പരിശോധനയ്ക്കൊപ്പം തന്നെ രാഹുലിന്റെ വീട്ടിലേക്കും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധനയ്ക്ക് എത്തിയേക്കും എന്നൊരു സൂചന ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവിടുന്ന് ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരായിട്ടൊരു തെളിവ് ലഭിക്കുകയോ ഒരു ചെറിയ സൂചനയെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ രാഹുലിന്റെ ഓഫീസിലും രാഹുലിന്റെ വീട്ടിലും അടക്കം പരിശോധന നടത്താനുള്ള ഒരു നീക്കമാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ പരിശോധന നടക്കുന്നത് അടൂരിലും ഏഴംകുളത്തുമാണ്. 3ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് സൈഫുദ്ദീൻ. അതോടൊപ്പം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് വിവിധ രേഖകൾ ശേഖരിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വിവരങ്ങൾ അവരുടെ രജിസ്റ്ററുകളിലടക്കം രേഖപ്പെടുത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇവരിൽ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ സംഘവും ലോക്കൽ പോലീസിന്റെ പ്രത്യേക സംഘവുമാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരാണ് ഫോണുകളടക്കം പരിശോധിച്ചുകൊണ്ട് വിപുലമായ ഒരു പരിശോധന അടൂരിലും ഏഴംകുളത്തുമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.